ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഞാനൊരു കണ്ടൽക്കാടിനകത്താണ് നിൽക്കുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടൽക്കാട്ടിൽ വരുന്നത്. കൊല്ലം ജില്ലയിലെ അൺഎക്സ്പ്ലോർഡ് കൊല്ലം സീരീസ് ആണ് ഇപ്പം നമ്മൾ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ അധികം ആരും കണ്ടിട്ടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അത് വീഡിയോ ചെയ്തിടുമായിരുന്നു. സോ കൊല്ലം ജില്ലയിലെ കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരിക മൺറോത്തുരുത്ത് കണ്ടൽക്കാടാണ്. പക്ഷേ അവിടെയല്ല ഞാൻ നിൽക്കുന്നത്. അഴീക്കൽ ബീച്ചിനടുത്തുള്ള ആയിരം തെങ്ങിനടുത്തുള്ള ഒരു കണ്ടൽക്കാടിലാണ്. സോ വെൽക്കം ടു മലയാളി യാത്രകൾ അൺഎക്സ്പ്ലോർഡ് കൊല്ലം സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണിത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാലമൊക്കെ നമ്മുടെ ഒതുളങ്ങാത്തുരുത്ത് സീരീസിലുണ്ട് കേട്ടോ. ആ ഒരു സീരീസിൽ ഈ ഒരു പാലമൊക്കെ അവർ ഷോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു, എനിക്ക് തോന്നുന്നു കരിക്കിനേക്കാളും നല്ല തമാശകളുള്ളൊരു സീരീസാണ്. കാണാണ്ട് പോയതിൽ ഞാൻ ഖേദിക്കുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സസ്യമാണ് ഈ കണ്ടൽ ചെടികളെന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ ഒരേ സമയത്ത് ഇതിൻ്റെ റൂട്ടുകൾ വെള്ളത്തിലും കരയിലും കാണും. അതായത് മെയിൻ റൂട്ട് അല്ലാണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് റൂട്ടുകൾ ഇതിനുണ്ട്. അത് വെള്ളത്തിലേക്ക് ഊന്നി ഒരു താങ്ങ് പോലെയാണ് ഇത് നിൽക്കുക. ഒരു പ്രത്യേക പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ മാതൃചെടിയിൽ നിന്നിട്ട് അതിൻ്റെ വിത്തുകൾ വെള്ളത്തിൽ വീണ് അതിങ്ങനെ ചെറുതെ അവിടെ കിടന്ന് മുളച്ചിട്ട് അതിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത്. ഇതുപോലത്തെ ചെറിയ ചെറിയ സ്പ്രൗട്ട്സ് ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. ഇങ്ങനെയാണ് ഇതിങ്ങനെ പടർന്ന് ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് കിളിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മെയിൻ പ്ലാന്റ് ആണ്. ആ മെയിൻ പ്ലാന്റിൽ നിന്ന് കണ്ടില്ല ഇതുപോലത്തെ കുറേ ബ്രാഞ്ചസ് സപ്പോർട്ട് റൂട്ടുകളുണ്ട്. ആ സപ്പോർട്ട് റൂട്ട് ഇതുപോലെ മണ്ണിലേക്ക് ഊന്നിയിട്ടാണ് അത് നിൽക്കുന്നത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട് ഈ മാൻഗ്രൂവിനെ പറ്റി അല്ലെങ്കിൽ കണ്ടലിനെ പറ്റി. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാടുകളേക്കാൾ 5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഇതിന് വലിച്ചെടുക്കാൻ സാധിക്കും. അത് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് ഇത് വിടുന്നുണ്ട്. സോ 5 ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ എന്തോരം മഴക്കാടുകൾ ഉണ്ടെന്നും എന്തോരം കണ്ടൽക്കാടുണ്ടെന്നും ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ മഴക്കാടുകളേക്കാളും 5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഇത് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. പിന്നെ വെള്ളപ്പൊക്കത്തെയും മണ്ണിടിച്ചിലിനെയും വലിയ ശക്തിയുള്ള തിരമാലയെ പോലും ഒക്കെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് നമ്മുടെ ഈ കണ്ടൽക്കാടിനുണ്ട്. അപ്പോൾ ഒന്ന് ഓർക്കണം, കേരളത്തിൽ പണ്ട് 700 ചതുരശ്ര കിലോമീറ്ററോളം ഉണ്ടെന്ന് പറഞ്ഞ കണ്ടൽക്കാട് ഇപ്പോൾ 70-ൽ താഴെയാണ് ഉള്ളതെന്നുകൂടി മനസ്സിലാക്കുക. പണ്ട് ഞാൻ പത്രത്തിൽ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇതിങ്ങനെ നട്ടു പിടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി. പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഗോപി ആയിരുന്നു. ഒരു പ്രത്യേക ഏരിയ ഇതുപോലെ കണ്ടലിന്റെ വിത്തുകൾ പാകി കിളിച്ച് അതിപ്പോ ഒരുപാട് വലിയൊരു കണ്ടൽ കാടായി മാറിയെന്ന് ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ന്യൂസ്. എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഞാനിപ്പോൾ ഒരുപാട് നന്ദിയോടെ പുള്ളിയെ ഓർക്കും. മരം ഏതാ വേറെ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ.
ഒരു